ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബീർബൽ കി കിച്ചടി എന്ന കഹാനിയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആപ് സർദി കോ കം കർനെ കെ ലിയെ ക്യാ ക്യാ ഉപായ് കർത്തെ ഹെ. നിങ്ങൾ ഛർദിയെ കുറയ്ക്കാൻ വേണ്ടി, ഛർദി എന്ന് പറഞ്ഞാൽ എന്താണ്, തണുപ്പിനെ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ഉപായങ്ങളാണ് ചെയ്യുന്നത്? സർദി കോ കം കർനെ കെ ലിയെ ഹം ഗരം കപ്പടും കമ്പൽ ഓർ ഹീറ്റർ കാ പ്രयोग കർ സക്തേ ഹെ. ഛർദിയെ കുറയ്ക്കാനായിട്ട്, തണുപ്പിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗരം കപ്പടോ, അതായത് സ്വെറ്റർ പോലുള്ള ചൂടുള്ള തുണികൾ ഉപയോഗിക്കാം. കമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പിളി യൂസ് ചെയ്യാൻ പറ്റും. ഹീറ്റർ കാ പ്രयोग കർ സക്തേ. ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എ സി ഇല്ലേ, അതുപോലെ നമ്മൾ ചൂടത്ത് എ സി ഉപയോഗിക്കുന്നത് പോലെ തണുപ്പത്ത് ഹീറ്ററുണ്ട്. ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് തണുപ്പിനെ കുറയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? अपने द्वारा किए गए सबसे कठिन काम का അനുഭവ് ബതായിയെ. അതായത് നിങ്ങൾക്കുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ ഒരു അനുഭവം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. एक बार मैं और मेरी छोटी बहन घर पर അഖേലെ थे. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും ഒറ്റയ്ക്കായിരുന്നു. और मेरी बहन सीढ़ियों से नीचे गिर गई थी. എൻ്റെ അനിയത്തി, ബഹൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അനിയത്തി അല്ലെങ്കിൽ സഹോദരി. എന്ത് ചെയ്തു? സീഡിയോ സെ നീച്ചെ ഗിർ ഗയി തി. സീഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പിൽ നിന്നും താഴെ വീണു. മേ ബഹുത്ത് ഡർ ഗയി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലേക്കിൻ മേനെ അപ്നി ബഹൻ കെ ഘാവ് പർ പട്ടി ബാന്തി. ഞാൻ എൻ്റെ അനിയത്തിയുടെ മുറിവിൽ പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൻഡേഡ് കെട്ടിവെച്ചു. ഓർ ഉസ്കോ ദിലാസാ ദിയ. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. യഹ് കാം മേരെ ലിയെ സബ്സെ കഠിൻ ഥാ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആപ്കെ അനുസാർ പകാനെ കെ ലിയെ ബർത്തൻ സെ ആഗ് കിത്തനി ദൂർ ഹോനി ചാഹിയെ. അതായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആഹാരം പാചകം ചെയ്യാൻ പാത്രത്തിൽ നിന്നും എത്ര ദൂരത്തായിരിക്കണം തീയുണ്ടായിരിക്കേണ്ടത്? ആൻസർ എന്താണ്? പകാനെ കെ ലിയെ ബർത്തൻ സെ ആഗ് 2 ഓർ 3 ഇഞ്ച് ദൂർ ഹോനി ചാഹിയെ. അതായത് എത്ര ദൂരം ഉണ്ടായിരിക്കണം? 2 അല്ലെങ്കിൽ 3 ഇഞ്ച് ദൂരത്തിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്യാ ആപ്നെ കഭി കിച്ചടി ഖായി ഹേ. നിങ്ങൾ എപ്പോഴെങ്കിലും കിച്ചടി കഴിച്ചിട്ടുണ്ടോ? ക്യാ ആപ്കോ പതാ ഹേ കി ഇസെ കൈസെ ബനായ ജാത്ത ഹേ. നിങ്ങൾക്കറിയാമോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? ആരെങ്കിലും കിച്ചടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതണം? ഹാ മേനെ കിച്ചടി ഖായി ഹേ. ഞാൻ കഴിച്ചിട്ടുണ്ട്. കിച്ചടി ചാവൽ ഓർ ദാൽ കെ മിശ്രൺ സെ ബൻതി ഹേ. കിച്ചടി എന്ന് പറയുന്നത് എന്താണ്? ചാവലും ഡാലിൻ്റെയും ഒരു മിശ്രിതമാണ്. അതായത് ചാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയും പരിപ്പിൻ്റെയും ഒരു മിശ്രിതമാണ് കിച്ചടി. ഇസ്മേ നമക് മസാലെ ഓർ സബ്ജിയോം ഭി മിലായി ജാത്തി ഹെ. ഇതിൽ വേറെ എന്തൊക്കെ ചേർക്കും? നമക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് മസാലയും സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്താണ് എന്തുണ്ടാക്കുന്നത്? കിച്ചടി ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് ഈ കഹാനിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീർബൽ കിസലിയെ പ്രസിദ്ധ ഥേ. ബീർബൽ എങ്ങനെയായിരുന്നു പ്രസിദ്ധനായിരുന്നത്? ബീർബൽ അപ്നി ചതുരായി കേലിയെ പ്രസിദ്ധ ഥേ. ബീർബൽ അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടായിരുന്നു പ്രസിദ്ധനായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വഹ് വ്യക്തി പൂരി രാത്ത് പാനി മേ കൈസെ ഖടാ രഹാ. ആ വ്യക്തി ഒരു രാത്രി മുഴുവൻ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്നത്? വഹ് വ്യക്തി ദീപക് കെ പ്രകാശ് കോ ദേഖ്തേ ഹുയെ പൂരി രാത്ത് പാനി മേ ഖടാ രഹാ. ആ വ്യക്തി ആ വിളക്കിൻ്റെ വെളിച്ചം നോക്കിക്കൊണ്ടാണ് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ നിന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബാദ്ഷാഹ് കോ ഉസ് വ്യക്തി കി ബാത്ത് പർ ക്യോം ആശ്ചര്യ ഹുവ. രാജാവിന് ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ടിട്ട് എന്തുകൊണ്ടാണ് ആശ്ചര്യം തോന്നിയത്? ബാദ്ഷാഹ് കോ ആശ്ചര്യ ഇസ്ലിയെ ഹുവ ക്യോंकि വഹ് വ്യക്തി ഛർദി മേം സാരി രാത്ത് പാനി മേം കടാ രഹാ.
രാജാവിന് ആ വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് അതിശയം തോന്നിയത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി ഈ തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ ആ വെള്ളത്തിൽ നിന്നു എന്ന് കേട്ടപ്പോഴാണ് രാജാവിന് അതിശയം തോന്നിയത്. ഓക്കെ, അടുത്തത് എന്താണ്? ബാദ്ഷാഹിനെ അഗലെ ദിൻ ഉസ് വ്യക്തി കോ ഇനാം ക്യോ നഹി ദിയ. രാജാവ് അടുത്ത ദിവസം, അഗലെ ദിൻ അടുത്ത ദിവസം, ആ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇനാം നഹി ദിയ? ഇനാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാനം. സമ്മാനം എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്? ബാദ്ഷാഹിനെ ഇനാം ഇസ്ലിയെ നഹി ദിയ क्योंकि उन्हें लगा वह व्यक्ति उनके राजमहल की दीपक की गर्मी के कारण ही सर्दी से बच सका. എന്തുകൊണ്ടാണ് സമ്മാനം കൊടുക്കാഞ്ഞത്? അദ്ദേഹത്തിന് തോന്നി ആ വ്യക്തി ആ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ രാജ്മഹലിൻ്റെ വിളക്കിൻ്റെ ചൂടുകൊണ്ടാണ് ആ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ നിന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബീർബൽ നെ ഉസ് വ്യക്തിക്ക് സഹായത കൈസ കി. ബീർബൽ ആ വ്യക്തിയെ എങ്ങനെയാണ് സഹായിച്ചത്? എങ്ങനെയാണ് സഹായിച്ചത്? ബീർബൽ ने अपनी चतुराई से बादशाह को उनकी गलती का एहसास दिलाकर उस व्यक्ति की सहायता किया. ബീർബൽ അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ട് അല്ലെങ്കിൽ ക്ലെവർനെസ്, ബുദ്ധിശക്തി കൊണ്ട് രാജാവിൻ്റെ ഗൽത്തി അദ്ദേഹത്തെ മനസ്സിലാക്കിച്ചു. ഗൽത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ്. അദ്ദേഹത്തെ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടാണ് ആ വ്യക്തിയെ സഹായിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? പഠിയെ സമജിയെ ഓർ ചിത്രിത് ശബ്ദോക്കെ വിപരീത ശബ്ദ ലിഖിയെ. വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നിരിക്കുന്ന ശബ്ദങ്ങളുടെ വിപരീത ശബ്ദം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് തന്നേക്കുന്ന ശബ്ദങ്ങൾ? ലംബേ, ഏക്ക്, നീച്ചെ, ബഹുത്ത്, ദൂർ. ലംബേ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളമുള്ള. അതിൻ്റെ വിപരീത ശബ്ദം എന്താണ്? നീളം കുറഞ്ഞ, ചെറുത്, ചോട്ടെ. ഓക്കെ, ലംബയുടെ വിപരീത ശബ്ദമാണ് ചോട്ടെ. അടുത്തത് ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഒരെണ്ണം എന്ന് പറയത്തില്ലേ? അപ്പോൾ അതിൻ്റെ വിപരീത ശബ്ദം എന്താണ്? ഒരുപാട്, അനേക്ക്. ഓക്കെ, ഏക്കിൻ്റെ വിപരീത ശബ്ദം അനേക്ക്. നീച്ചെ. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ. താഴെയുടെ വിപരീതം എന്താണ്? മുകളിൽ. മുകളിൽ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഊപ്പർ. നീച്ചയുടെ വിപരീത ശബ്ദമാണ് ഊപ്പർ. അടുത്തത് എന്താണ്? ബഹുത്ത്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട്. ഒരുപാട്. ഒരുപാടിൻ്റെ വിപരീതം എന്താണ്? കുറച്ച് മാത്രം. കുറച്ച് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? തോട. ബഹുത്തിന് വിപരീത ശബ്ദം എന്താണ്? തോട. അടുത്തത് ദൂർ. ദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ദൂരത്തിൽ. ഒരുപാട് ദൂരത്തിൽ. അപ്പോൾ അതിൻ്റെ വിപരീതം എന്താണ്? അടുത്ത്. അടുത്ത് പാസ്. ദൂറിൻ്റെ വിപരീതമാണ് പാസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാക്യക്കോ സഹി കർക്കെ ലിഖിയേ. വാക്യത്തിനെ ശരിയാക്കി എഴുതുക. അക്ബർ കെ ദർബാർ അനേക വിദ്വാൻ ഥേ. അവിടെ എന്താ ചേർക്കേണ്ടത് നമ്മൾ? അക്ബർ കെ ദർബാർ മേം അനേക വിദ്വാൻ ഥേ. അക്ബറിൻ്റെ ദർബാറിൽ ഒരുപാട് വിദ്വാൻമാരുണ്ടായിരുന്നു. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അക്ബർ ഓർ ബീർബൽ കെ ബാരെ അനേക കഹാനിയാ പ്രസിദ്ധ ഹേ. അവിടെ എന്താ നമ്മൾ ചേർക്കേണ്ടത്? അക്ബർ ഓർ ബീർബൽ കെ ബാരെ മേം അനേക കഹാനിയാ പ്രസിദ്ധ ഹേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗാവ് ലോഗ് ആഗ് ജലാക്കർ ഉസ്കെ ചാരോം ഓർ ബൈഠെ ബാത്തേ കർ രഹേ ഥേ. അവിടെ എന്താ ചേർക്കേണ്ടത്? ഗാവ് കെ ലോഗ് ആഗ് ജലാക്കർ ഉസ്കെ ചാരോം ഓർ ബൈഠെ ബാത്തേ കർ രഹേ ഥേ. नेक्स्ट उन्होंने सोचा इस दुखी व्यक्ति सहायता करनी चाहिए. അവിടെ എന്താ ചേർക്കേണ്ടത്? ഉനോനെ സോച്ച ഇസ് ദുഃഖി വ്യക്തി की सहायता करनी चाहिए. नेक्स्ट बीरबल कहलवाया कि मैं खिचड़ी पका रहा हूँ, पक जाने पर दरबार में उपस्थित हो जाऊँगा. അവിടെ എന്താ ചേർക്കേണ്ടത്? बीरबल ने कहलवाया कि मैं खिचड़ी पका रहा हूँ, पक जाने पर दरबार में उपस्थित हो जाऊँगा. ओके, नेक्स्ट എന്താണ്? वर्ग पहेली में खाने की वस्तुएं ढूंढकर उन पर घेरा लगाइए. അതായത്
ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളുടെ പേരുണ്ട്. അതിനെ നമ്മൾ നോക്കിയിട്ട് അതിന് ബോക്സ് വരയ്ക്കണം. ഏതൊക്കെയുണ്ട് നോക്കിയേ. വടയുണ്ട്, ദോസ, രാജ്മ, ദാൽ ബാട്ടി, പായസ്, പിന്നെന്താ, ഇഡ്ഡലി, ചാച്ച്, ചോലെ, ചാവൽ, കടി, ചൂർമ, സംബർ. കണ്ടോ, ഇതിത്രയാണ് കാനെ കാ ചീസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒരു വാക്യം തന്നിട്ടുണ്ട്. എന്താ, തും ഇത്തനി സർദി മേം സാരി രാത്ത് പാനി മേം കൈസെ ഖഡേ രഹെ. ഈ വാക്യം കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്? അക്ബറിനെ കഹ. രാജാവ് അക്ബർ ചക്രവർത്തിയാണ് അങ്ങനെ പറഞ്ഞത്. കിസ്സെ കഹ, ആരോടാണ് പറഞ്ഞത്? വ്യക്തി സെ കഹ, ആ വ്യക്തിയോടാണ് പറഞ്ഞത്. നെക്സ്റ്റ് വാക്യം എന്താണ്? ചലോ സ്വയം ഹി ചൽക്കർ ദേഖേ കി ബീർബൽ കൈസി കിച്ചടി പക്കാ രഹേ ഹേ. ഇങ്ങനെ ആരാണ് പറഞ്ഞത്? കിസ്നെ കഹ, ആരാ പറഞ്ഞത്? അതും അക്ബറിനെ കഹ, അക്ബറാണ് പറഞ്ഞത്. കിസ്സെ കഹ, ആരോടാണ് പറഞ്ഞത്? ദർബാറിയോം സെ കഹ, അവിടുത്തെ ദർബാറിലിരുന്നവരോട് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ധ്യാൻ പൂർവക് പഠിയേ വ സമശ്യേ. ഇത് വേറൊന്നുമില്ല, നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ലങ്കൂർ കി പൂച്ച് ലംബി ഹേ. ലങ്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുരങ്ങ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മുഖവും കയ്യും കാലും വാലും ഒക്കെ ഒരുപാട് കറുത്തിട്ട്, അതിൻ്റെ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നുണ്ടോ? അതാണ് ലങ്കൂർ. ആ ലങ്കൂറിൻ്റെ പൂച്ച് ലംബി ഹേ. പൂച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല് വളരെ ലംബിയാണ്, വളരെ നീളത്തിലുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? വഹ് ലാൽ ഗുലാബ് ഹേ. അതൊരു ചുമന്ന റോസാ പൂവാണ്, റെഡ് റോസാണ്. ചിടിയ ചോട്ടി ഹേ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കിളി ചെറുതാണ്. ബസ് കാ ആകാർ ബഡാ ഹേ. ബസ്സിൻ്റെ വലിപ്പം വളരെ വലുതാണ്. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് എന്താ? ऊपर दिए गए वाक्यों को अपने भली प्रकार समझ लिए हैं. अब दिए गए वाक्यों में विशेषता बताने वाले शब्द भरिए. അതായത് മുകളിൽ തന്നിരിക്കുന്ന അത് നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്യങ്ങളിൽ ശരിയായ ശബ്ദം ചേർക്കുക. പീഹു ഏക്ക് ഡാഷ് ലഡ്കി ഹേ. പീഹു ഏക്ക് സാഹസി ലഡ്കി ഹേ. ओके, गौरव अपने साथियों में सबसे डैश है. गौरव अपने साथियों में सबसे लंबा है. पेड़ की पत्तियां डैश है. पेड़ के पत्तियां हरी है. अदम्य एक डैश लड़का है. अदम्य एक अच्छा लड़का है. ओके, नेक्स्ट എന്താ? नीचे लिखे शब्दों में जो सही शब्द है उनमें രംഗ് ഭരിയെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ശബ്ദത്തിന് രംഗ് ഭരിയെ, നിറം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം എന്താ എഴുതിയേക്കുന്നത്? സൂബഹ്. അടുത്തത് സുബഹ്. ഏതാ ശരി? സുബഹ്. അതിന് നിറം കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? വർഷ, വറസ. ഏതാ ശരി? വർഷ. അപ്പം അതിന് നിറം കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? സവേര, സുവേര. ഏതാ കറക്റ്റ്? സവേര. അപ്പോൾ അതിന് കളർ കൊടുക്കുക. നെക്സ്റ്റ് സുച്ച് ഫുച്ച് ഓർ സൂച്ച് ബൂച്ച്. ഏതാ കറക്റ്റ്? സൂച്ച് ബൂച്ച്. അപ്പം സൂച്ച് ബൂച്ചിന് കളർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇസ് കഹാനി മേം യമുന നദി കാ ജിക്ർ കിയാ ഗയാ ഹേ. ഈ കഹാനിയിൽ നമ്മൾ യമുന നദിയെ പറ്റി പഠിച്ചു. ഭാരത് കി കുച്ച് ഓർ നദിയോ കെ ബാരെ മേ പതാ കീജിയെ ഓർ നാം ലിഖിയെ. ഭാരതത്തിലെ കുറച്ച് വേറെ നദികളുടെ പേരുകൾ പഠിച്ച് നമ്മൾ എഴുതാനാണ്. ഏതൊക്കെ നദികളെ പറ്റി അറിയാം? യമുന, ബ്രഹ്മപുത്ര, കാവേരി, സിന്ധു, ഗംഗ, നർമ്മദ, ഗോദാവരി, ഗോമതി. ഇനിയും ഒരുപാട് നദികളുണ്ട്. നമുക്കിപ്പം തൽക്കാലം കുറച്ച് നദികൾ ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. ബൈ ബൈ.